ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇത് കുട്ടികളൊക്കെ ഉള്ളൊരു വീട്ടിൽ സ്ഥിരമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഭിത്തിയിലെല്ലാം പെൻസിൽ വെച്ച് പേന വെച്ചിട്ടുള്ള വരകൾ. അപ്പോൾ അതെങ്ങനെയാണ് കളയേണ്ടതെന്നുള്ളത് ഇങ്ങനെ ഒത്തിരി നോക്കിയിട്ട് അവസാനം ഒരു സൊല്യൂഷൻ കിട്ടിയതാണ്. യൂട്യൂബിൽ നിന്ന് തന്നെയാണ് എനിക്ക് സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പെൻസിലിൻ്റെ മാർക്കായാലും പേനയുടെ മാർക്കായാലും എല്ലാ മാർക്കും പൊയ്ക്കോളൂ. അപ്പോൾ ഇത് നമുക്ക് വേണ്ടി കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാത്രം കഴുകുന്ന ലിക്വിഡ് ഇത് രണ്ടും കൂടെ ഒഴിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കണം. ആ വിനാഗിരി ഒഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ പേസ്റ്റും ലിക്വിഡും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് മിക്സ് ആകും. ഞാനിവിടെ വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മിക്സ് ചെയ്തപ്പം അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ എടുക്കണം. ആ സ്ക്രബ്ബറോ സ്പോഞ്ചോ മറ്റേ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കരുത്, അപ്പം ഭിത്തിയിലെ പെയിൻറ്റ് പോകും. എന്നിട്ട് ഇത് ഇങ്ങനെ റൗണ്ടിൽ, അതായത് വട്ടത്തിലും നീളത്തിലും ഒക്കെ ആയിട്ട് കുറേ തവണ. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും ഒരു ഫോഴ്സ് കൊടുത്ത് എനിക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫോൺ ഉള്ളതുകൊണ്ട് എനിക്കത് ശരിക്കും പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്ത് പോകുന്നത്. അതല്ല, നിങ്ങൾ ഫോണൊന്നും ഇല്ലാതെ ഇരുന്ന് നന്നായിട്ടൊന്ന് ഇച്ചിരിയും കൂടെ ഫോഴ്സ് കൊടുത്തൊന്ന് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പാടുകളെല്ലാം പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ പെൻസിലിൻ്റെ ആണെങ്കിലും ക്രയോൺസിൻ്റെ ആണെങ്കിലും പെട്ടെന്ന് അതിൻ്റെ പാടുകളെല്ലാം പോകും. പിന്നെ ഇച്ചിരി ഒരു പ്രയാസം ഉള്ളത് നമ്മുടെ പേനയുടെ മാർക്കാണ് പോകാനുള്ളത്. പക്ഷേ അതുപോലും പോയി കിട്ടും. നിങ്ങൾ പക്ഷേ കുറച്ചൊരു ടൈം കൺസ്യൂമിംഗ് ആണ്, നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒത്തിരി സമയം ഇല്ലാത്തവരാണെങ്കിൽ ഓരോ ദിവസവും ഓരോ ബോൾ വെച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെ നമ്മളിത് സ്ക്രബ് ചെയ്തതിന് ശേഷം നനഞ്ഞ ഒരു ക്ലോത്ത് വെച്ചിട്ട് അതൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് ഭാഗത്തെ ഒന്നും പ്രസ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഈ വോളാണിത്. എല്ലാം അപ്പോൾ എല്ലാ പാടുകളും എല്ലാം നല്ല വൃത്തിയായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ കുറച്ച് സമയമെടുക്കും. പല ദിവസങ്ങളായിട്ട് ഓരോ വോൾ വീതം ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹോളെങ്കിലും ചെയ്യുവാണെങ്കിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേന് കുറച്ച് നീറ്റായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഭിത്തിയുടെ പഴയ രൂപം ഇതായിരുന്നു, പഴയത്. എന്നിട്ട് ഞാൻ നീറ്റാക്കിയിട്ടുള്ളതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇങ്ങനെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ചെളിയൊക്കെ പോയി കിട്ടും, എല്ലാം പോയി. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കയ്യിലൊരു ഗ്ലൗസ് ഇടുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം ചിലർക്ക് സോപ്പിൻ്റെ അലർജിയൊക്കെ ഉള്ളവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഗ്ലൗസ് ഇടുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാതെയാണ് ചെയ്തത്. നമുക്ക് കുറേ ടൈം എടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. ഇത്രയും വോൾ ചെയ്തപ്പോൾ കുറേ സമയം എടുത്തിട്ട് ചെയ്തപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇറിറ്റേഷൻ, കയ്യിലൊരു ഇറിറ്റേഷൻ, ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ. നമ്മൾ കുറേ നേരം സോപ്പ് ഉപയോഗിച്ച് കല്ലിലൊക്കെ തുണി ഇളക്കി കഴിയുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഇല്ലേ, അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ സേഫ് ആയിരിക്കും നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ. അത്ര മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല നീറ്റായിട്ട് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ നീറ്റായ ഫോട്ടോയും കൂടെ ഒന്ന് അയച്ചു തരുവാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇത് ഏതോ ഒരു യൂട്യൂബിലെ ചേച്ചിയാണ് ഇട്ടിരിക്കുന്നത്. ആ ചേച്ചിക്കും ഞാൻ താങ്ക് യു പറയാണ്. എനിക്കറിയില്ല ആ ചേച്ചീനെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.